ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയുക, ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പറയാൻ ഒരു മടിയും പണ്ടും ഇല്ലാത്ത ഒരാളാണ് രഞ്ജിനി. പക്ഷേ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരിക, ഒരുപാട് പേര് വളരെ തുറന്ന അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആക്ച്വലി ഈ റിപ്പോർട്ടടക്കം ഒരു ഷോക്കായോ, അതോ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയ ആൾ കൂടിയാണ് രഞ്ജിനി? ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പം ആ ഇൻട്രോയിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ പറയാം. ഐ തിങ്ക് ഈ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഈ ട്രോൾ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇത്രയും അധികം നമ്മൾ കാണുന്ന കഴിഞ്ഞൊരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിന് മുമ്പേ കേട്ട ഒരാളാണ് ഞാൻ. ഓക്കെ, അഭിപ്രായങ്ങൾ തുറന്നു വെച്ച ഒരാളാണ് ഞാൻ. സോ ഡെഫിനറ്റ്ലി ഇന്ന് ഈ പെൺകുട്ടികൾ ധൈര്യത്തോടെ വന്ന് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ആക്യൂസേഷൻസ് ആണിപ്പോൾ, ചിലത് FIR ആയി മാറിയിരിക്കുന്നു. പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് അവർ വിമൻ ടുഡേ, ബിക്കോസ് ആ മാറ്റം ഞാൻ കാണുകയാണ്. 10-20 വർഷം മുമ്പ് തുറന്നു പറഞ്ഞ പെൺകുട്ടികളെ ധിക്കാരികളും അഹങ്കാരികളും പിഴച്ചവളും വേശ്യകളും എന്നൊക്കെ വിളിച്ച ആ സമൂഹത്തിൽ തന്നെയാണ് ഈ മാറ്റം വരുന്നത്. അപ്പം എസ്പെഷ്യലി ഫ്രം എൻ ഇൻഡസ്ട്രി ലൈക്ക് ദ ഫിലിം ഇൻഡസ്ട്രി. സോ ഇപ്പം WCC എന്ന് പറഞ്ഞ വിമൻസ് കളക്റ്റീവിലെ ആ സ്ത്രീകൾ അവർ ആ ഒരു ആശയം ഉന്നയിച്ച സമയം അതിനെ എന്തോരം നമ്മൾ തെറി പറഞ്ഞു, ആൾക്കാർ തെറി പറഞ്ഞു. ഇപ്പം അതേ ആൾക്കാർ തന്നെ അത് മാറ്റി പറയാനുള്ള ഒരു അവസ്ഥ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു റിലീസോടുകൂടി. ആൻഡ് ഇപ്പം ചുറ്റും നടക്കുന്ന ഒരു കൊള്ളക്കം കാണുമ്പോൾ ഒരു രീതിയിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഐ എം ഫീലിംഗ് വെരി സാഡ് ദാറ്റ് ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഷോക്ക്ഡ്. ഒരു ഷോക്കും ഇല്ല. ഇതൊക്കെ ഇന്നും സംഭവിക്കുന്നുണ്ട്, ഇന്നലെയും സംഭവിക്കുന്നുണ്ട്, നാളെ സംഭവിക്കാതിരിക്കട്ടെ എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു ഹോപ്പ്. സോ ഈ കഥകൾ അല്ലെങ്കിൽ ഈ ആക്യൂസേഷൻസ് മുന്നിലേക്ക് വരുമ്പം ഞാൻ മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയുടെ അടുത്ത് പ്രവർത്തിക്കുന്നവരും അവരുടെ വീട്ടുകാരും അവരുടെ വണ്ടി ഓടിക്കുന്നവരും വീട്ടിൽ ജോലി ചെയ്യുന്നവരും ആരുടെ ചോദിച്ചാലും ഈ കഥകൾ ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ ഇൻസിഡൻസ് അല്ല, പക്ഷെ ഇവരെ കുറിച്ച് മാത്രമല്ല എല്ലാവരെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ അപർണ, എന്നെ കുറിച്ചും അപർണ കേട്ടിട്ടുണ്ടോ? അപർണയെ കുറിച്ച് ചിലപ്പോൾ അപർണയുടെ ഇൻഡസ്ട്രിയിലുള്ള വേറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഒരു പെണ്ണ് എവിടെ ഉണ്ടോ ആ പെണ്ണിനെ കുറിച്ച് ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആണുങ്ങൾ ആ പെണ്ണിനെ ചെയ്തു, സെക്ഷുവൽ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സെക്സിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. അത് നമുക്ക് കിടക്കാം. ഐ ഹോപ്പ് വി ഹാവ് ടൈം ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. ബട്ട് ബിക്കോസ് മീഡിയ ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്ന ഈ ഒരു ആസ്പെക്ട് ആയതുകൊണ്ട് ഇത് ഇൻഡസ്ട്രിയിൽ നടക്കുന്നതിൽ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. I can very honestly tell you they're lying, because ഇൻഡസ്ട്രിയിലെ തൊട്ടടുത്ത് മാത്രം നിൽക്കുന്നത് ഞാൻ കേട്ട കഥകളാണ്. ഗോസിപ്പ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഈ അടുത്ത് ഞാൻ നേരത്തെ ഇന്റർവ്യൂ കാണുമായിരുന്നു. ഗോസിപ്പിന്റെ ഒരു റിയാലിറ്റിയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ദാറ്റ് ഗോസിപ്പ് ഇസ് ബിക്കമിങ് എ റിയാലിറ്റി ഈ റിപ്പോർട്ടിലൂടെ, റൈറ്റ്? സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാ മേഖലകളിലും, വീട്ടിൽ നിന്നായാലും കൂട്ടുകാരിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും റൂട്ടിൽ നടക്കുവാണെങ്കിലും ബസ്സിൽ പോവുകയാണെങ്കിലും വർക്ക് ചെയ്യുന്ന മേഖലയിലായാലും ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ എനിക്ക് അനുഭവം വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ വളരെ പ്രതികരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ഒച്ചയമ്പളം ഉണ്ടാക്കിയിട്ടാണ് വന്നത്. ബിക്കോസ് അപ്പം തന്നെ മുഖത്ത് നോക്കി പറയാം അനുഭവം പക്ഷെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട്.